എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആൻഡ് ഹെൽത്തി ലഞ്ച് റെസിപ്പിയാണ്. വെറും അരമണിക്കൂർ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ ഞാൻ കുറേ നാടൻ വിഭവങ്ങൾ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നാടൻ വിഭവങ്ങൾ കാണിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾന്ന് പ്രസ് ചെയ്യുക. ആദ്യം നമുക്ക് കറി ഉണ്ടാക്കാം. ഇന്ന് മുളകൂശിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയറും പിന്നെ സാമ്പാർ പരിപ്പും. സാധാരണ നമ്മൾ സാമ്പാർ പരിപ്പിലാണ് മുളകൂശം ചെയ്യാറ്. ഞാൻ കുറച്ചുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ചെറുപയറും കൂടി ചേർക്കുന്നത്. നല്ല സ്വാദുമാണ്, പോരാത്തതിന് നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെറുപയർ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ രണ്ടും ഒരേ അളവിൽ എടുത്തിട്ട് കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വയ്ക്കാം. എന്നിട്ട് നമ്മൾ കുക്കറിലിരുന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പരിപ്പ് നന്നായിട്ട് കുതിർന്ന് വന്നു. ഇനി നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് കഴുകിയ ശേഷം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 വിസിലടിച്ച് കഴിഞ്ഞാൽ ഒന്ന് വെന്ത് കിട്ടും. അങ്ങനെ നമ്മൾ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പച്ചക്കറികൾ ചേർക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മത്തൻ, കുറച്ച് വെള്ളരിക്ക, ക്യാരറ്റ്, പിന്നെ പച്ചമുളക്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഇളവൻ ചേർക്കാം, മത്തൻ ചേർക്കാം, വെള്ളരിക്ക ചേർക്കാം, കായ ചേർക്കാം, ബീട്രൂട്ട്, ക്യാരറ്റ് എല്ലാം ചേർക്കാം. ഇത് എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ചേമ്പുണ്ടെങ്കിൽ ചേമ്പ് ചേർക്കാം, ഒക്കെ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയും പച്ചക്കറിയാണ്. അപ്പോൾ നമ്മളെ അടുത്ത് എത്ര പച്ചക്കറി ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ചേർക്കാം. ഇത് നമ്മൾ അധികം മസാലയൊന്നും ചേർക്കുന്നില്ല. എരിവിന് വേണ്ടി പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ഈ പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളെല്ലാം ചേർത്ത ശേഷം ഇതിൽ നമ്മൾ ആകെ ചേർക്കുന്ന മസാല വെറും മഞ്ഞൾപ്പൊടി മാത്രമാണ്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കുന്നതാണ്. അതാണ് നമ്മളുടെ മുളകൂശി എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിൾ ഒരു കറിയാണ്, പക്ഷേ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 2-3 വിസിലടിച്ചാൽ മതി. പച്ചക്കറികൾ നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കറിവേപ്പില പച്ച വെളിച്ചെണ്ണ ആണ് ഇതിൽ ചേർക്കുന്നത്. 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത ശേഷം നമ്മൾ നന്നായിട്ട് പച്ചക്കറിയൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. മത്തനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇത് ഇരിക്കും തോറും കട്ടി കൂടും. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളമായിട്ട് തോന്നുന്നു വെച്ചാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്ന് ആറി കഴിയുമ്പോൾ നന്നായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി വരും. അങ്ങനെ നമ്മളുടെ ഹെൽത്തി മുളകുശം റെഡി ആയിട്ടുണ്ട്. ഇതൊരു പുളി ഇല്ലാത്ത കറിയാണ്. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ടൊരു പുളിയുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചമ്മന്തി അരയ്ക്കുകയാണ് നമ്മൾ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇത് വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 വറ്റൽമുളക് ഞാനത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി ഫ്രൈ ചെയ്ത വറ്റൽമുളക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. മുളക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഒന്ന് റോ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി അതും കൂടി ചേർത്ത് കൊടുക്കാം. പുളിയും സവാളയും നമ്മൾ റോ ആയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഈ മുളകുശത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഉണ്ടാക്കുന്നത് കാബേജ് കൊണ്ടുള്ള ഉപ്പേരിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിക്കുന്നു നേരം. പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക്, ഉഴുന്നുപരിപ്പ് അതൊന്നായ ശേഷം നമ്മൾ ഒരു സവാള, കുറച്ച് പച്ചമുളക് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ കാബേജ് ചേർത്ത് കൊടുക്കുകയാണ്. കാബേജ് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇങ്ങനെയാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയത്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളികേരം കൂടി ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ സിമ്പിൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. വെറും അരമണിക്കൂർ മതി ഇത് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും കുറച്ച് കൊണ്ടാട്ടം കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതുപോലുള്ള ഈസി ആയിട്ടുള്ള കറികളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്